ആദ്യം ശ്രീ റെജി ലൂക്കോസിലേക്കാണ്. കേരളം ആരിഫ് മുഹമ്മദ് ഖാനെ മനസ്സിലാക്കിയോ എന്നതാണ് നമ്മൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നോക്കൂ, അദ്ദേഹം യാത്ര പറഞ്ഞു പോകുമ്പോൾ ഔപചാരികമായി അദ്ദേഹത്തെ ഒന്ന് യാത്രയയപ്പ് നൽകേണ്ടതല്ലേ? യാത്രയയപ്പ് എന്ന് പറയുന്നത് ഒരു ആഘോഷമല്ലല്ലോ, ഒരു ചടങ്ങ്. ഒരു ചടങ്ങിന് പോലും മുഖ്യമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ അദ്ദേഹത്തെ കാണാൻ ചെന്നില്ല എന്നത് വലിയ വിമർശനമായി ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെയൊന്ന് പോകേണ്ടിയിരുന്നില്ലേ? കേരളം അദ്ദേഹത്തിന് 100% മനസ്സിലാക്കി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി. ഇതാണ് കേരളത്തിനെ സംബന്ധിച്ചോളം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കേരളത്തിലെയും കേരളത്തിലെ ജനങ്ങളോടും ഇത്രയധികം ദ്രോഹിച്ച ഒരു ഗവർണർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പല ഗവർണർമാരും കേരളത്തിലെ സർക്കാരിന്റെ പല നടപടികൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അവര് ശക്തമായിട്ടുള്ള വിയോജിപ്പുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യത്യസ്തമാണ്. കാരണം അദ്ദേഹം ഇറങ്ങിയത് തന്നെ ഒരു അജണ്ടയായിട്ടാണ്. അതായത് യജമാന പ്രീതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിലെയും സകല കാര്യങ്ങളെ എതിർത്തൊരു കുപ്രശസ്തി നേടിയിട്ടുണ്ട് ഗവർണറാണ്. അദ്ദേഹം ഭരണഘടനയെ പോലും ലംഘിക്കാൻ തയ്യാറായിക്കൊണ്ട് പരസ്യമായിട്ട് അദ്ദേഹം പ്രസ്താവന നടത്തി. താൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തില്ലെന്ന് പറഞ്ഞു. ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഭരണത്തലവൻ, സാങ്കേതികമായിട്ട് ഭരണത്തലവനെ അദ്ദേഹം നിയമസഭയിൽ ഈ നയപ്രഖ്യാപനം നടത്തുന്നുള്ളത്. അദ്ദേഹം നടത്തില്ല എന്ന് പറഞ്ഞു. ദേശീയ മാധ്യമങ്ങളൊക്കെ വാർത്തയായി. രാഷ്ട്രപതി പിരിച്ചുവിടുന്നുള്ള ഉറപ്പായപ്പോൾ അത് പിരിച്ചുവിട്ടേ പറ്റും, അല്ലെങ്കിൽ സുപ്രീം കോടതി അതിനെ പിരിച്ചുവിട്ടാനെ അദ്ദേഹം നയപ്രഖ്യാപനത്തിന് വന്നു. അങ്ങനെ ഒരു പക്വതയില്ലാത്ത അവക്കവതിയായിട്ടുള്ള ഒരു ഗവർണറെയാണ് കേരളം കഴിഞ്ഞ 5 വർഷം ദർശിച്ചത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനൊരു യാത്രയപ്പ്, ഔദ്യോഗികമായ ഒരു യാത്രയപ്പ് നടത്താൻ പറ്റത്തില്ല. മൻമോഹൻ സിംഗിന്റെ മരണത്തോടനുബന്ധിച്ച് ദേശീയ തലത്തിൽ ദുഃഖാചരണം നടക്കും. ആ ഔദ്യോഗിക യാത്രയപ്പ് നടത്താൻ പറ്റുന്നില്ല. എങ്കിലും ചീഫ് സെക്രട്ടറിയും DGP അദ്ദേഹത്തിന് 2 തവണ പോയി കണ്ട് ഇന്നും അദ്ദേഹം യാത്രയപ്പ് നൽകിയിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള യാത്രയപ്പ് അങ്ങനെ അദ്ദേഹം ലഭിച്ചു കഴിഞ്ഞു. അത് പ്രോട്ടോകോൾ പ്രകാരമുള്ള യാത്രയപ്പ്. കേരളത്തിനെ സംബന്ധിച്ചോളം കേരളത്തിൽ ഇനിയിപ്പം അനുശോചനം അർത്ഥം ദേശീയ ദുഃഖാചരണം നടത്താത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയപ്പ് ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രി പരിവാരങ്ങളിൽ പോയി നടത്താൻ പാടില്ലെന്ന് കേരളത്തിലെ ജനങ്ങളുടെ വികാര. അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ ഒന്നൊന്നായിട്ട് എണ്ണി പറയാം. അദ്ദേഹം നിയമസഭ മന്ത്രിസഭ പാസ്സാക്കുന്ന ബില്ലുകൾ അത് ഒപ്പിടാനായിട്ട് ബാധ്യസ്ഥനാണ് ഒരു ഗവർണറെ സംബന്ധിച്ചിടത്തോളം. അവര് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രപതിയുടെ ഉദ്യോഗസ്ഥനാണ് ഈ ഗവർണർ എന്ന് പറയുന്നത്. പണിയെ തുരുമ്പിച്ചൊരു പദവിയാണെങ്കിൽ പോലും അതിനെ നമ്മൾ മാനിക്കണം. കാരണം ഔദ്യോഗികപരമായിട്ട് അങ്ങനെ ഒരു പദവി ഭരണഘടനാപരമായിട്ട് ഇന്ത്യയിൽ ഉള്ളതിന്റെ പേരിൽ മാത്രം അത് നിർത്തിക്കളുടെ കാലം പലത് കഴിഞ്ഞു. ജനങ്ങൾ മാൻഡേറ്റ് നൽകി തെരഞ്ഞെടുത്ത് ഭൂരിപക്ഷത്തിൽ വരുന്ന സർക്കാരിനെ ഈ ഉദ്യോഗസ്ഥന്റെ പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ റെപ്രസെന്റേറ്റീവ് അദ്ദേഹം തടയാന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ജനാധിപത്യ വിരുദ്ധമാണ്. ഇനി അദ്ദേഹത്തിന്റെ ഇന്നലകളെ കുറിച്ച് പറയുകയാണെന്ന് പറയും, 7 പാർട്ടി കയറിയിറങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം. പണ്ട് രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ വെച്ച്, അത് ശബാന കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്റെ ഓർമ്മ, അദ്ദേഹം കരകച്ച് രാജിവെച്ചപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ പ്രകീർത്തിച്ചു അദ്ദേഹം നിലപാടുള്ള ആളാണെന്നുള്ളത്. പക്ഷെ പിന്നീട് അദ്ദേഹം കാട്ടിക്കൂട്ടിയ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആയിത്തീരാനായിട്ട് എവിടെയെല്ലാം അദ്ദേഹം കയറി ഇറങ്ങി. BJP തന്നെ 2ാം പ്രാവശ്യമായി പ്രവേശനം, സമാജ്വാദി പാർട്ടി പോയി, ബഹുജൻ സമാജ്വാദി പാർട്ടി, അങ്ങനെ എവിടെയെല്ലാം കയറി ഇറങ്ങി അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇത്തരം കാര്യങ്ങൾക്ക് പുതുമയൊന്നുമില്ല. തന്നെയല്ല, ഞാനൊരു RSS അനുയായിയാണ്, 35 വർഷമായിട്ട് എനിക്ക് RSSുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. കാവ്യവൽക്കരണത്തിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ പോലും, അതായത് ലോകത്തിന് മുമ്പിൽ അസൂയാവർഹമായ വിദ്യാഭ്യാസ വളർച്ച നേടിയ കേരളത്തിൽ പുരോഗമന ആശയങ്ങൾ പേറുന്ന കേരള സംസ്ഥാനത്തിന്റെ മുമ്പിൽ അദ്ദേഹം 11 വൈസ് ചാൻസലർമാർ ഒറ്റയടിക്ക് പറഞ്ഞു വിട്ടിട്ട് കാവി കൊടി പിടിക്കുന്നവരെ RSSന്റെയും BJPയുടെയും മൂട് താങ്ങിയിട്ടുള്ള അപ്പോയിന്റ് ചെയ്യാൻ ശ്രമിച്ച പലതും കോടതി അദ്ദേഹം പരാജയപ്പെടുമായിരുന്നു. അങ്ങനെ കേരളത്തില് ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന അദ്ദേഹത്തിന്റെ ഹോബിയാണ്. അത് നിർണായകമായ ബില്ലുകൾ നീലമെന്ന് ആലോചിക്കണം. നിർണായകമായ കേരള സംസ്ഥാനത്തിന്റെ പുരോഗതിക്കും കേരളത്തിന്റെ വികസനത്തിന് അടിയന്തര പ്രാധാന്യമുള്ള പല ബില്ലുകൾ അദ്ദേഹം 2 വർഷം വരെ അദ്ദേഹം തടഞ്ഞു വെച്ചു. അദ്ദേഹം ആ ബില്ലുകൾ മടക്കിയിരുന്നെങ്കിൽ വീണ്ടും മന്ത്രിസഭ അദ്ദേഹത്തിന് സമർപ്പിച്ച് അദ്ദേഹം ഒപ്പിട്ടേ പറ്റൂ. ഒപ്പിടാതിരിക്കാൻ അദ്ദേഹം പറ്റുന്നില്ല. കാരണം ഇന്ത്യയുടെ ഭരണഘടന അത് വിവാദം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടെന്ന് വേണ്ടി അദ്ദേഹം ഇത് തടഞ്ഞു വെച്ചു. അവസാനം സുപ്രീം കോടതി ഇപ്പോൾ ഗതികേട് വന്നു ഈ സംസ്ഥാനത്തിനൊന്നും. ആരെങ്കിലും ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്, ഒരു ഗവർണറുടെ എന്താ പറയാ, ഈ പക്വതയില്ലാത്ത നിലപാടുകൊണ്ട്, അല്ലെങ്കിൽ അപക്വമായ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൊണ്ട് സുപ്രീം കോടതി പോകേണ്ട വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹം 5 ബില്ല് ഒപ്പിട്ട് കൊടുത്തു. ബാക്കി അതിന് രാഷ്ട്രപതിക്ക് വിട്ടത് അതിന് രാഷ്ട്രപതിയുടെ കാരുണ്യത്തിൽ കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ദ്രോഹിക്കുക, ഈ സംസ്ഥാനത്തിന് വളർച്ച മുരടിക്കുക, ഈ സംസ്ഥാനത്ത് വർഗീയവൽക്കരണം, ഹിന്ദുത്വ വർഗീയവൽക്കരണം കൂട്ടുകാരായിട്ട് ഓപ്പണായിട്ട് അവർ ശ്രമിച്ച ഒരു ഗവർണറാണ് അദ്ദേഹം. ഇനി അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം ഒരു അക്കാഡമിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്ന് പറയുന്നത്. അദ്ദേഹം UK പോയി അദ്ദേഹം ഹയർ സ്റ്റഡീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്താ?
അദ്ദേഹം കണ്ണൂർ സർവകലാശാലയിലെ പിന്നെ വൈസ് ചാൻസലർ അദ്ദേഹം ക്രിമിനൽ എന്ന് വിളിച്ചു. ആരെങ്കിലും രാജ്യം മുഴുവനും ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ഹിസ്റ്റോറിയനാണ്, ഒരു ചരിത്രകാരനായിട്ടുള്ള കണ്ണൂർ VC അദ്ദേഹം ക്രിമിനൽ എന്ന് വിളിച്ചു. ഈ വ്യക്തി ഒന്ന് ആലോചിക്കേ, അതും ദേശീയ തലത്തിൽ വാർത്തയായിരുന്നു. ഇത്രയ്ക്ക് ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ ഈ രീതിയിൽ അപമാനിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം പല രീതിയിലും ഈ പറയുന്ന SFI ജനാധിപത്യത്തിൽ വിയോജിക്കാനും യോജിക്കാനും അവകാശമുള്ള സ്വാതന്ത്ര്യമുള്ള പിന്നെ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന ജനാധിപത്യത്തിൽ ഗവർണറല്ല ഇന്ത്യൻ പ്രസിഡന്റ് വന്നപ്പോൾ വിജയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാ രീതിയിലും. അങ്ങനെ അദ്ദേഹത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച SFI പിന്നെ വിദ്യാർത്ഥികളെ അദ്ദേഹം ക്രിമിനൽ കൂട്ടെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. ഇവിടെ വെഞ്ഞാറമൂടിന് അപ്പുറം സ്ഥലത്ത് അദ്ദേഹം എവിടെ ഒരു ഉദ്ഘാടനത്തിന് പോകുന്ന വഴിക്ക് 65 മീറ്റർ അപ്പുറത്ത് നിന്നുകൊണ്ട് 5 വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിച്ചപ്പോൾ അവിടെ ഇറങ്ങി തെരുവിൽ ഒരു കസേരയിൽ ഒരു മുറുക്കാങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വികലമായ രീതിയിലുള്ള പ്രകടനം നയിച്ചൊരു ഗവർണർ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി, ഇപ്പോൾ ഉപരാഷ്ട്രപതിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തിത്വം ബംഗാൾ ഗവർണർ ആയിരുന്നപ്പോൾ ഇതുപോലെ നിരന്തരം കലഹിക്കുമായിരുന്നു. ബംഗാൾ മമതാ ബാനർജി മന്ത്രിസഭയായിട്ട് അദ്ദേഹം കലഹിച്ചാണ് അത് ഉപരാഷ്ട്രപതിയും കിട്ടിയത്. കാരണം BJPയുടെ ആവശ്യം BJP ഇങ്ങനെ സർക്കാരുകളെ ദ്രോഹിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഇവർ ഇത്തരം ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തത്. പക്ഷെ അദ്ദേഹം പോലും ഈ പറയുന്ന രീതിയിലുള്ള ഓപ്പൺ എയറിൽ ഇതുപോലത്തെ പരിഗണനകളൊന്നും കാണിച്ചിട്ടില്ല. അദ്ദേഹം പരസ്യമായി കലഹിച്ചു, പല ബില്ലുകളും പിടിച്ചു വെച്ചു. അത് ഇപ്പോഴത്തെ ഗവർണറും അത് ആവർത്തിക്കുന്നുണ്ട്, അവിടുത്തെ മലയാളിയാണെങ്കിൽ പോലും. പക്ഷെ അവരാരും ഇതുപോലത്തെ തെരുവിൽ പ്രകടനം നയിച്ചിട്ടില്ല. അതുപോലെ കോഴിക്കോട് SM സ്ട്രീറ്റിൽ മിഠായി അങ്ങ് ഈ കഴിഞ്ഞ 5 കൊല്ലമായി ഗവർണർക്കെതിരെ പറയുന്ന വാദഗതികൾ ഇടതുപക്ഷം ഉയർത്തുന്ന, പ്രത്യേകിച്ച് CPM-ഉം SFI-യും ഉയർത്തുന്ന വാദങ്ങൾ അതേപടി പറയുകയാണ് താങ്കൾ ചെയ്യുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ. പക്ഷേ എപ്പോൾ മുതലാണ് ഗവർണറും മുഖ്യമന്ത്രിയും ഗവർണറും സർക്കാരും തമ്മിൽ ഒരു കലഹം തുടങ്ങിയത് എന്നുള്ളതിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതില്ലേ? CAA-യുമായി ബന്ധപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയതിന് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മുതലാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തുടങ്ങുന്നത്. ഒരു വിധത്തിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ആക്രമിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കുന്ന സർക്കാർ നിലപാട്, അവിടെ നിന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും തമ്മിലുള്ള പോര് തുടങ്ങുന്നത്. അത് സത്യമല്ലേ? പച്ചക്കള്ള ഇപ്പൊ നീലി പറഞ്ഞത്. അതായത് ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. നിങ്ങൾ ആദ്യം പറഞ്ഞ എന്താ? CPM-ഉം SFI-യും പറയുന്നത് ഞാൻ ആവർത്തിക്കുകയാണെന്നാ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി സംസ്ഥാന വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സർവകലാശാല പറയുന്നത് ഗവർണറും പ്രതിപക്ഷവും ചേർന്ന് ഈ സംസ്ഥാനത്ത് ഭരണ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്, ഇടയ്ക്ക് കയറാതെ. അതായത് കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടും ഈ ഗവർണറെ പലതവണ പിന്തുണച്ചിട്ടുള്ള പ്രതിപക്ഷത്തിന് സംസ്ഥാന സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്ന പല കാര്യങ്ങളിലും അവരുടെ നിലപാട് മാറ്റേണ്ട വന്നിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ അവർ ജനവിരുദ്ധരായി മാറും. കേരളത്തിൽ കാവ്യവൽക്കരണത്തിനൊക്കെ പലതവണ ഈ ഗവർണറെ സകല പിന്തുണയും കൊടുത്താണ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നത് ഈ കണ്ണൂർ ഇപ്പൊ പറഞ്ഞത് പച്ച നുണയാ. അതായത് അദ്ദേഹം അവിടെ കണ്ണൂർ സർവകലാശാലയോട് ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞതിനെ വിയോജിച്ചുകൊണ്ട് ഒരാൾ എണീറ്റ് എന്ന് അഭിപ്രായം പറഞ്ഞതുള്ളൂ. അദ്ദേഹത്തിന് ആര് ഉപദ്രവിക്കാൻ നിങ്ങൾ പറഞ്ഞത്? ഒരു ഗവർണറെ അങ്ങനെ ഉപദ്രവിക്കാൻ പറ്റും പരസ്യമായിട്ട്? അങ്ങനെ ഒരു സംസ്കാരമാണ് കേരളത്തിൽ. അത് കേരളത്തിലെ പൊതുബോധത്തിനെ നിങ്ങൾ വെല്ലുവിളിക്കുന്നില്ല. അങ്ങനെ എണീറ്റ് എന്ന് അദ്ദേഹത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി ഞങ്ങളുടെ അവകാശം ആർക്കും കൊണ്ട് ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ഭരണഘടനാപരമുള്ള ഒരു ജനാധിപത്യത്തിൽ ഇന്ത്യ ജീവിക്കുന്നത്, ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് പൂർത്തിയിരിക്കട്ടെ. ഞാനും താങ്കളും അവിടെ സാക്ഷിയല്ല. പക്ഷേ ഗവർണർ വളരെ കൃത്യമായി സർക്കാരിനെ ഇക്കാര്യത്തിൽ രേഖാമൂലം പരാതി നൽകിയിരുന്നു. അത് സർക്കാർ എങ്ങനെയാണ് പരിഗണിച്ചത്? അല്ല, ഗവർണർ നുണപ്പരാതി നൽകിയിട്ടുണ്ട്. എങ്ങനെയാ പരിഗണിക്കുന്നത്? ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സമൂഹം വിഷ്വൽ മീഡിയയുടെ കാലത്താണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ഈ ചാനൽ പോലും തത്സമയം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. തത്സമയം ലൈവായിട്ട് എടുത്തിട്ട് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം അതിനകത്താണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഭവം സംഭവിച്ചിരിക്കുന്നത്. എന്നെ ഉപദ്രവിക്കാൻ വന്നു, ക്രിമിനൽ എന്നൊക്കെ വിളിച്ച് പശ്ചാത്തലത്തിൽ പഠിച്ച് അദ്ദേഹം അവിടെ എഴുന്നേറ്റ് കാണിച്ച കാര്യങ്ങള് ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പോലുള്ളവരെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിൽ കേരളത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. കേരളത്തിന്റെ വികസനത്തിന് ഇത്രയും ദ്രോഹിച്ചൊരു മനുഷ്യൻ കേരളത്തിലില്ല. ഇവിടെ ബഹുമാനപ്പെട്ട അതിഥികളൊക്കെ ഉണ്ടല്ലോ, അവരെ പ്രവേശം ഞാൻ പറഞ്ഞ എതിർക്കും രാഷ്ട്രീയ വിരോധം. ഞാൻ അങ്ങയിലേക്ക് വരാം. നമ്മൾ ആദ്യം തുടങ്ങിയത് ഒരു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഗവർണർ സ്ഥലം മാറി പോകുകയോ അല്ലെങ്കിൽ മറ്റൊരു കാലാവധി പൂർത്തിയാക്കി മടങ്ങുകയോ ചെയ്യുമ്പോൾ നാം പുലർത്തേണ്ട ഒരു ജനാധിപത്യ മര്യാദയുണ്ട്. ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കപ്പെട്ട വേളയിലാണെങ്കിൽ പോലും അതൊരു ആഘോഷമല്ലല്ലോ, അതൊരു ചടങ്ങ് മാത്രമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ ആർക്കെങ്കിലും അദ്ദേഹത്തെ
വിമാനത്താവളത്തിൽ ചെന്നൊന്ന് യാത്രയയക്കാമായിരുന്നല്ലോ. അത് ചെയ്തില്ല. അത് കേരളത്തെ സംബന്ധിച്ച്, മൊത്തം കേരളീയരെ സംബന്ധിച്ച്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭാരതത്തിൽ എങ്ങനെയാണ് കേരളത്തെ കാണുന്നത്, കേരളീയരെ കാണുന്നത്? നമ്മൾ അതിഥി ദേവോ ഭവ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവരാണ് ശ്രീ റെജി ലൂക്കോസ്. അല്ല, തീർച്ചയായിട്ടും അതിൽ ഒരു സംശയമില്ല കാര്യത്തിൽ. കേരളത്തില് സാങ്കേതികപരമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് അനുശോചനം പിന്നെ മുൻ പ്രധാനമന്ത്രിയോടുള്ള ആദരസൂചകമായി 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചപ്പോൾ ഇത് പാടില്ല എന്നുള്ള സാമാന്യ നമുക്ക് അറിയത്തില്ല. ഇനി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ഔദ്യോഗികമായിട്ട് കേരളത്തിന് ഔദ്യോഗിക യാത്ര ഇപ്പൊ അദ്ദേഹത്തിന് നൽകി. എയർപോർട്ട് വരെ ചീഫ് സെക്രട്ടറിയും DGP അനുഗമിച്ചു. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പോലും കേരളയുടെ പൊതുവികാരമാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാനൊരു യാത്ര. കേരളത്തെ ദ്രോഹിച്ച ഒരാൾക്ക് ഔദ്യോഗികമായ രീതിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയി എയർപോർട്ടിൽ പോയി അദ്ദേഹത്തിന് അയക്കണം എന്ന് പറഞ്ഞാൽ അത് അഭിമാനബോധമുള്ള മലയാളിക്ക് അത്